ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. കളങ്കാവൽ രണ്ടാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യ ദിനം അതിമികച്ച രീതിയിൽ അതിഗംഭീരമായിട്ടുള്ള ടോപ്പ് ക്ലാസ് പെർഫോമൻസോടെ കളങ്കാവൽ കളം നിറഞ്ഞാടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. കേരളത്തിൽ മാത്രമല്ല, ഓൾ ഇന്ത്യയിലും റെസ്റ്റ് ഓഫ് വേൾഡിലും സിനിമയ്ക്ക് ഒരേ അഭിപ്രായം തന്നെയാണ്. മികച്ചത്, അതിഗംഭീരം, അതിഗംഭീര പ്രകടനം, ഇതൊക്കെ തന്നെയാണ് സിനിമയ്ക്ക് കിട്ടിയ ആദ്യ പ്രതികരണങ്ങൾ. അത് കണ്ടിന്യൂ ചെയ്യാനും സിനിമയ്ക്ക് കഴിഞ്ഞു. ആദ്യ ദിനം കളക്ഷൻ ആ റേഞ്ചിലാണ് കാര്യങ്ങളിൽ നിൽക്കുന്നത്. കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടന്നു വരാം. അതിന് മുന്നോടിയായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ കട്ട സപ്പോർട്ട് വേണം. ഒപ്പം നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് 70,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തും. ഇനിയും മമ്മൂട്ടി ഫാൻസിനോട് ഒരു ആവശ്യവും കൂടെ. നിങ്ങൾ എത്ര പേർ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തു? നിങ്ങൾ എത്ര പേർ ഈ സിനിമ ആദ്യ ദിനം കണ്ടു എന്നുള്ളൊരു ചോദ്യമാണ്. ഇത് നമുക്ക് ഇവിടെ വന്ന് പറയാനോ ഒന്നുമല്ല, നിങ്ങളുടെ മനസ്സിൽ വെക്കാനുള്ളതാണ്. നമുക്ക് തന്നെ കൃത്യമായിട്ടറിയാം, ഇതിൽ നിങ്ങളിൽ ഒത്തിരി പേർ ഈ സിനിമ കണ്ടിട്ടില്ല. കാണണം എന്ന മോഹമുണ്ടെങ്കിൽ പോലും ഇന്നോ നാളെയോ പോലും നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവില്ല. ഇവിടെയാണ് ഏറ്റവും മോശമായിട്ടുള്ളൊരു കാര്യം. ബാക്കിയുള്ള സിനിമകൾ വരുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളും നിങ്ങൾ ഈ മമ്മൂട്ടിയുടെ ഒരു മികച്ച സിനിമ വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയും വ്യത്യാസമാണ് എന്നുള്ളത് തന്നെയാണ്. എല്ലാവരെയുമല്ലോ ഞാൻ പറയുന്നത്. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക, എത്രയോ പേർ ഇതിനകത്തിൽ ടിക്കറ്റ് എടുക്കാത്തവരുണ്ട് എന്നുള്ളത്. ഇനി കാര്യങ്ങളിലേക്ക് കടന്നു വരാം. ഇവിടെ ആദ്യ ദിനത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ, ട്രാക്ഡ് കളക്ഷൻ ഫൈനലായി ലഭിക്കുമ്പോൾ 1520 ഷോകളിൽ നിന്ന് 2,76,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 61.62% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ട്രാക്കിങ്ങിലൂടെ 4,41,30,5000 രൂപയാണ്. അതായത് 4,85,4,90,00,000 രൂപയോളം സിനിമയ്ക്ക് കളക്ഷനായി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടാകാം എന്നുള്ളതാണ്. മികച്ച പ്രീസെയിലുമായിട്ടാണ് സിനിമ തുടങ്ങിയത്. 124 മുകളിലുള്ള ഹൗസ്ഫുൾ ഷോകളും 249ഓളം ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളും 672ഓളം ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസുമായിരുന്നു ആദ്യ ദിനം സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. ഇനിയും സിനിമയുടെ ഓൾ ഇന്ത്യ പ്രെഡിക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾ വേൾഡ് നമുക്ക് പ്രെഡിക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. ഒറിജിനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ കളക്ഷൻ വരണമെങ്കിൽ നാളെ ഉച്ച കഴിയും, ഒരുപക്ഷെ 5 മണി ആ സമയത്തേക്കൊക്കെ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. കേരളത്തിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആദ്യ ദിനം 5 കോടിയോളമാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1,10,00,000 രൂപയും ഡൊമസ്റ്റിക്കിൽ നിന്ന് 6,10,00,000 രൂപയ്ക്ക് മുകളിലും, അതായത് ഓവർസീസിൽ നിന്ന് 800,000 അതായത് $7,20,00,000 രൂപയ്ക്ക് മുകളിലും ഒന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഒരു റഫ് എസ്റ്റിമേറ്റായി പറയുന്നത് 13,50,00,000 രൂപയോളമായിരിക്കാം. അതായത് 12 കോടിക്കും 15 കോടിക്കും ഇടയിലായിരിക്കാം സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എന്നുള്ളതാണ്. എന്താണേലും അത് ഒരു മികച്ച കളക്ഷൻ തന്നെയാണ്. ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിൻ്റെ ആദ്യ സെയിലുകൾ നടന്ന ദിവസങ്ങളിൽ ആദ്യ ദിനം 5 കോടി വേൾഡ് വൈഡ് ആയിട്ട് തികയ്ക്കും എന്ന് ചിന്തിച്ച എത്ര ആളുകളുണ്ട് എന്നുള്ളത് കമൻസിലൂടെ പറയാം. ഒരു ഡബിൾ ഡിജിറ്റിലേക്ക് വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഇന്നലെ വൈകുന്നേരം വരെ ചിന്തിക്കാതെ പിന്നീട് നമ്മൾക്ക് ചിന്ത വന്നതാണ്. ഇന്ന് രാവിലെ ഇതിൻ്റെ മികച്ച പ്രകടനം, അതായത് ആ റേഞ്ചിലേക്കുള്ള ആ ഒരു പ്രകടനം കണ്ടപ്പോൾ നമുക്ക് ഉറപ്പിച്ചു ഇത് ഡബിൾ ഡിജിറ്റിലേക്ക് ടച്ച് ചെയ്യും എന്നുള്ള ഒരു കാര്യം. കാലം കൊണ്ട് അല്ലെങ്കിൽ പലരും എഴുതിത്തള്ളുന്നു, അല്ലെങ്കിൽ മനക്കോട്ട കെട്ടിയിരുന്നു മമ്മൂട്ടിക്ക് ഭയങ്കര പൊട്ടൻഷ്യൽ ഉണ്ടാകില്ല എന്നുള്ളത്. പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കാം, ഇത്ര പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരു നടന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ഒരു കളക്ഷൻ അല്ലെങ്കിൽ ഏറ്റവും മാർക്കറ്റിൽ ലഭിക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത് മമ്മൂട്ടിക്ക് മാത്രമേ ഉള്ളൂ, വേറെ ഒരു നടനും ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയാനുള്ള കാര്യം. എന്താണേലും ഇനി ബാക്കിയുള്ള കളക്ഷൻ ഡീറ്റെയിൽസും ബാക്കി വിശേഷങ്ങളിലേക്കും നമുക്ക് കടന്നു വരാം. ഇനിയും അഡ്വാൻസ് സെയിലിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ അത് മികച്ച രീതിയിലുള്ള ഒരു അഡ്വാൻസ് സെയിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ലഭ്യമായ വിവരങ്ങളനുസരിച്ചിട്ട് 1446ഓളം ഷോകളിൽ നിന്ന് ഇന്ന്, അതായത് ഈ ശനിയാഴ്ച വെളുപ്പിനെ നമുക്ക് അല്ലെങ്കിൽ ഇന്നലെ രാത്രി ലഭിച്ചിരിക്കുന്ന കണക്കുകൾ അനുസരിച്ചിട്ട് 1,05,000 മുകളിലുള്ള ടിക്കറ്റുകൾ സോൾഡ് ഔട്ടായിരിക്കുന്നു. 26% അല്ലെങ്കിൽ 25.5% ഒക്യുപ്പൻസി മോർണിംഗിൽ തന്നെ സിനിമയ്ക്കുണ്ട്. അതിൽ തന്നെ സിനിമയ്ക്ക് 1,80,39,000 രൂപയോളം കളക്ഷൻ വന്നു. അതായത് 2 കോടിയോളം സിനിമയ്ക്ക് പ്രീസെയിൽ കളക്ഷനായി ശനിയാഴ്ച എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യ ദിനം 5 കോടി അല്ലെങ്കിൽ 5 കോടിക്ക് അടുത്താണ് കളക്ഷൻ വരുന്നതെങ്കിൽ രണ്ടാം ദിനം തീർച്ചയായിട്ടും അത് 7 കോടി 6-7 കോടിയിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പിക്കുകയാണ് കേരള ബോക്സ് ഓഫീസിൽ. ആദ്യ 2 ദിനങ്ങൾ കൊണ്ട് തന്നെ സിനിമ 25 കോടിയിലേക്ക് കയറുമെന്നുള്ളതും പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം എന്നുള്ളത് തന്നെയാണ്. എന്താണെങ്കിലും ഒരു എക്സ്ട്രാ ഓർഡിനറി ഹെവി പോസിറ്റീവ് വന്നു, ഒരു ലോ ബഡ്ജറ്റ് ചിത്രം എന്നുള്ളത് കൂടി ആലോചിക്കുക. മമ്മൂട്ടി കമ്പനിയുടെ
മറ്റൊരു ലോ ബഡ്ജറ്റ് ചിത്രമാണ് ഇത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷേ ഈ ഒരു സിനിമയുടെ ഒരു ഫൈനൽ കളക്ഷൻ തന്നെ പലരും ചിന്തിച്ചിരുന്നതായിരിക്കാം ഈ 2 ദിവസങ്ങൾ കൊണ്ട് സിനിമ നേടുന്നത് എന്നുള്ളതാണ്. ഇനിയും സിനിമയുടെ ബാക്കി മറ്റു വിശേഷങ്ങളിലേക്ക് നടക്കുകയാണെങ്കിൽ എക്സ്ട്രാ സ്ക്രീൻസ് ആഡ് ചെയ്തിരിക്കുകയാണ് ആദ്യ ദിനം. 102ഓളം എക്സ്ട്രാ സ്ക്രീൻസ് ഈവനിങ് നൈറ്റ് ഷോസിന് വേണ്ടി സിനിമയ്ക്ക് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് മികച്ച ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു സംഭവം, ഏർലി മോർണിംഗ് ഷോ സിനിമയ്ക്ക് ചാർട്ട് ചെയ്തിരിക്കുന്നു. വെളുപ്പിനെ 6:30-നും 6:55-നും സിനിപോളിസിൽ സിനിമയ്ക്ക് എറണാകുളത്ത് ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എക്സ്ട്രാ ഷോസ് എന്നുള്ളത്. നമുക്കറിയാം വെളുപ്പിനെ വരെ ഷോ കഴിഞ്ഞ് പിന്നെയും അങ്ങനെ തന്നെ പോവുകയാണ്. സെൻസേഷണൽ ന്യൂസ് മറ്റൊരു കാര്യം, 258-ന് മുകളിലുള്ള ലേറ്റ് നൈറ്റ് ഷോസുകളാണ് സിനിമയ്ക്ക് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആദ്യ ദിനം. നമുക്കറിയാം ഇതിന് ലഭിച്ചിരിക്കുന്നത് 300-ൽ താഴെയുള്ള തിയേറ്ററുകൾ മാത്രമായിരുന്നു എന്നുള്ളത്. പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, അമ്മാതിരി കൊടൂരമായിട്ടുള്ള ഒരു ബുക്കിങ്ങും ഒപ്പം ഗംഭീരമായിട്ടുള്ള ഒരു റിവ്യൂ റെസ്പോൺസുമാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു കഥാപാത്രമൊക്കെ വരുമ്പോൾ ഇത്ര കൈവഴക്കത്തോടെ ചെയ്യാൻ മലയാളത്തിൽ വേറെ ഒരു നടനും ഇല്ല എന്നുള്ളതും നമുക്കറിയാം. ഇവിടെ മമ്മൂട്ടി എടുത്തിരിക്കുന്ന ഒരു റിസ്ക് എലിമെൻ്റ് ഉണ്ട്. ഒരു സൂപ്പർ താരത്തിൽ നിന്ന് മാറി ഒരു സാധാരണ ക്യാരക്ടറിലേക്ക് ഇറങ്ങാൻ ഒരുപാട് എന്നല്ല ഒരു സൂപ്പർ താരവും തയ്യാറാവാത്തതോ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ്. മമ്മൂട്ടി അവിടെയെല്ലാം ആ ഐസ് ബ്രേക്ക് ചെയ്തങ്ങ് പോരുകയാണ്. അതാണ് ഒരു ഫാൻസിനിടയിൽ നിന്നും ഫാൻസിനെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കുകയാണ്. അതായത് നിങ്ങളുടെ ഇഷ്ടമല്ല, ഇങ്ങനെ വരുന്ന പുതുമകളുള്ള സബ്ജക്റ്റിലൂടെ ഞാൻ പോകുമ്പോൾ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടുകൊള്ളും എന്നുള്ള ആ ഒരു ചിന്ത അദ്ദേഹം തന്നെ കൊണ്ടുവരികയാണ്. അതുമാത്രമല്ല ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള സിനിമ ചെയ്യുമ്പോൾ മമ്മൂട്ടിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയുണ്ട്. അത് ആ ഒരു ക്യാരക്ടറിലേക്ക് ആഴ്ന്നിറങ്ങി ആ ക്യാരക്ടറായി മാറുകയും മമ്മൂട്ടി എന്ന് പറഞ്ഞ വ്യക്തിയെ ഒരു തുള്ളി പോലും, ഒരു അണുവിൻ്റെ അത്രയും പോലും നമുക്ക് കാണാനില്ലാത്ത ലെവലിലുള്ള ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രമായി മാറുന്ന കാഴ്ചയുമാണ്. അത് മമ്മൂട്ടിയിൽ നിന്നല്ലാതെ വേറെ ഒരു നടനിൽ നിന്നും നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് കാണാറില്ല. ചിലർക്കൊക്കെ പല സിനിമകൾക്ക് കഴിയുമെങ്കിൽ ചിലർക്കൊക്കെ പല ക്യാരക്ടേഴ്സ് അവരിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ മമ്മൂട്ടിക്ക് തൻ്റെ രൂപം മറ്റൊരു ക്യാരക്ടറിലേക്ക് കൊടുത്ത് താൻ തന്നെ അവിടെ ഇല്ലാതാകുന്ന തരത്തിലേക്ക് എത്താൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. റിലീസിന് തലേ ദിവസം വരെ 1000-2000 ടിക്കറ്റുകൾ പീക്ക് ലെവലിൽ ലാസ്റ്റ് മിനിറ്റുകളിൽ 5000 വരെ എത്തിയ ടിക്കറ്റ് വിൽപ്പന ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് 10000-ൻ്റെ താഴേക്ക് വന്നത് ചുരുക്കം ചില മണിക്കൂറുകളിൽ മാത്രം. അതും 8000-9000 പീക്ക് ലെവലിൽ 15000-ന് മുകളിലേക്ക് വരെ എത്തുന്ന ഒരു കാഴ്ചയും കണ്ടു. ഇന്ന് വെളുപ്പിന് രാത്രി 2 മണി ആ സമയങ്ങളിൽ 1 മണി 2 മണി സമയങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു 2000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റ് പോകുന്ന ബുക്ക് മൈ ഷോ തരംഗവും. ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, നല്ല സിനിമ വന്നാൽ പ്രേക്ഷകർ കൂടെയുണ്ടാകും. മമ്മൂട്ടി എടുക്കുന്ന ആ ഒരു റിസ്ക് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും സൂപ്പർബായിട്ടുള്ള ഒരു കാര്യമെന്ന് തന്നെ പറയാം. അതെ, കളം നിറഞ്ഞാടുകയാണ്. കളങ്കാവൽ എന്ന ചിത്രത്തിന് പല അർത്ഥങ്ങളുണ്ടെങ്കിലും മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം കളം നിറഞ്ഞാടുന്ന ആ ഒരു ആട്ടക്കാരൻ്റെ ആ ഒരു വേഷം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ കേരളത്തെക്കാൾ കൂടുതലായി GCCയിൽ മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമയ്ക്ക് വമ്പൻ റെസ്പോൺസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് കേരള കളക്ഷൻ്റെ മുകളിലേക്ക് ഉള്ള ഒരു കളക്ഷൻ. ഒരു പക്ഷേ കേരളവും GCCയും മാത്രം ചേർന്ന് 11-12 കോടി അതിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് ഇന്ന് പലപ്പോഴും നമുക്ക് റെസ്പോൺസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ട്രാക്കേഴ്സിൽ നിന്ന് തന്നെ വരുന്ന ആ ഒരു കണക്ക് എന്ന് തന്നെ പറയാം. എന്താണേലും കളങ്കാവൽ ഇവിടെ ആടിത്തിമിർക്കുകയാണ്. 2ാം ദിവസം സിനിമ എത്ര നേടുമെന്നുള്ളത് നിങ്ങൾക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.